ചെയ്തു. മമ്മൂട്ടി നായകനായിട്ട് അഭിനയിച്ച അർത്ഥം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കെതിരെയാണ് കഥയെ ചൊല്ലിയുള്ളൊരു കേസ് ഉണ്ടാകുന്നത്. കോടതി ഉത്തരവിലാണ് പടം റിലീസ് ചെയ്തതിനു ശേഷം നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. കോഴിക്കോട്ടെ നാടകകൃത്ത് തിരക്കഥകളും എഴുതിയിട്ടുള്ള ആളാണ് ജയശങ്കർ പൊതുവത്ത്. അദ്ദേഹത്തിൻ്റെ ഒരു നാടകത്തിലെ ഒരു സന്ദർഭം ഉപയോഗിച്ചുകൊണ്ടാണ് അർത്ഥത്തിൻ്റെ കഥ വികസിപ്പിക്കുന്നത്. തിരക്കഥ എഴുതിയിരുന്നത് വേണു നാഗവള്ളിയാണ്. സത്യനന്ദിക്കാട് സംവിധായകൻ. അദ്ദേഹം ജയശങ്കർ പൊതുവത്തിനെ വിളിച്ചു വരുത്തുകയും ഈ കഥാസന്ദർഭം അർത്ഥം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. അതിൻ്റെ അനുവാദം വാങ്ങിക്കുകയും പ്രതിഫലം നൽകുകയും ഒക്കെ ചെയ്ത കാര്യം എനിക്കറിയാവുന്നതാണ്. പടം ഇറങ്ങുന്ന ദിവസം അല്ലെങ്കിൽ അതിൻ്റെ തലേന്ന് ഇറങ്ങാതിരിക്കാനുള്ള അങ്ങനെ ഒരു പ്രഷർ ടാക്ടിക്സ് ഉണ്ടാകുമ്പോൾ നിർമ്മാതാവ് ഭയപ്പെടുകയും പേടിച്ചിട്ട് കേസ് കൊടുത്ത ആൾക്ക് എന്തെങ്കിലും പൈസ കൊടുത്ത് ഇത് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും എന്നുള്ള ഒരു പരിപാടിയുണ്ട്. ഒരു പ്രഗത്ഭനായ അഡ്വക്കേറ്റിൻ്റെ പിൻബലത്തോടെയാണ് കേസ് ഉണ്ടായത്. ദി പ്രിൻറ്റ് ഷുഡ് ബി കോൺസ്പിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ആ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രിൻറ്റ് എന്നുള്ള അർത്ഥത്തിൽ ഈ പ്രൊഡ്യൂസറുടെ അഡ്വക്കേറ്റ് ചൂണ്ടിക്കാണിച്ചു. അതിൽ ഈ പ്രിൻറ്റ് എടുത്ത് പോലീസ് കൊണ്ടുപോട്ടെ, നമുക്ക് വേറൊരു പ്രിൻറ്റ് റീപ്ലേസ് ചെയ്തിട്ട് കളിക്കാമെന്ന് പറയുന്ന അതൊരു പ്രത്യേകതരം ബുദ്ധിയിൽ പിന്നെ കേസ് ഗംഭീരമായി നടന്നു. കോംപ്രമൈസിന് വേണ്ടി ശ്രമിച്ചു. പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. പൈസ കൊടുക്കാൻ പ്രൊഡ്യൂസർ തയ്യാറായില്ല. എന്തായാലും അത് വിജയിച്ചില്ല. കുറേ ടെൻഷൻസ് പ്രൊഡ്യൂസറിനും ഡയറക്ടർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നല്ലാതെ ആ കേസ് ആളുകൾക്ക് ഒരു പൈസയും കിട്ടിയില്ല.